ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ചെടിത്തോട്ടം കാണാം. ചെറിയൊരു ചെടിത്തോട്ടമാണ്. ആദ്യം ഇത് ജമന്തി, ഏതാ കളറ് പോകുമെന്നറിയില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ചെണ്ടുമല്ലി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന്, ഇത് തൈ നട്ടിട്ടല്ല നമ്മൾ വളർത്തിയത്. ഇതിൻ്റെ തൈ വേറെയാണ്. അതിൻ്റെ മേൽഭാഗം അങ്ങനെ കട്ട് ചെയ്തിട്ട് നട്ടതാണ്. അതിലാണ് വേഗം പൂ വിരിയുകയും ചെയ്തത്. ഇതെല്ലാം അങ്ങനെ നട്ടതാണ്. പിന്നെ അതിൻ്റെ തൽഭാഗം കട്ട് ചെയ്തിട്ട് നട്ടതാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്ക് തൈ. ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്ത്, ഇതിന് കുറച്ച് നീളം വെച്ചതിന് ശേഷം ഈ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല, എന്താ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അവിടെ നട്ടതില്ല, അങ്ങനെയൊക്കെ. പക്ഷെ അവിടെ നട്ടതില്ല, അതാണ് വേഗം പൂ വിരിഞ്ഞത്. ഇത് പിന്നെ ഇതിൽ നിന്ന് 4 ഇതളായിട്ട് ഇങ്ങനെ ചില്ലിയായിട്ട് പൊട്ടിയതിന് ശേഷമാണ് ഇതിൽ പൂവ് വിരിഞ്ഞിട്ട് വന്നത്. ഇതും അതുപോലെ തന്നെ. ഇതും അതിൻ്റെതാ ഈ ഭാഗം കണ്ട്, ഇത് ശരിക്കും കാണുന്നുണ്ട് തോന്നുന്നു. ഇതാ കണ്ടോ, ഈ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തത്. ഈ ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നട്ടത്. എന്നിട്ട് ഇതിൽ നിന്ന് 4 ഇതിങ്ങനെ പൊട്ടിയതിന് ശേഷമാണ് ഇതിൻ്റെ മേലെ പോകേണ്ടത്. നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ചെടിത്തോട്ടേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടാണ്. പക്ഷേ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇത് നമുക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ തൈ നല്ല ഹൈറ്റ്, ഇത്ര ഹൈറ്റ് വന്നിന്. എന്നിട്ട് അതിൻ്റെ നമ്മൾ മുറിച്ചിട്ട് അതിൽ നട്ട്, അങ്ങനെ അതിൽ നിന്നാണ് വേഗം പൂ വിരിഞ്ഞതും. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് നല്ലോണം വെയിലാണ് വേണ്ടത്. നമ്മൾ ആദ്യം തണലത്താണ് വെച്ചത്. ഈ വീടിൻ്റെ സൈഡിലിങ്ങനെ അവിടെയാണ് വെച്ചിനേനു. നോക്കുമ്പോൾ വെയിൽ കിട്ടാത്തതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് പിന്നെ വെയിലത്തേക്ക് മാറ്റി വെച്ചാലാണ് നല്ലോണം പൂവുണ്ടായത്. ഇതിനെല്ലാം ഉണ്ടാവുന്നത്രേ. എൻ്റെ ലക്കിക്കുട്ടി വെയിലത്ത് വന്ന് നിൽക്കുന്നത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നിന്നിയാ. ഇപ്പം ഞാൻ മുറ്റത്ത് ഇറങ്ങിയതിന് ശേഷം മുറ്റത്തേക്ക് വന്നിട്ട് ഈ അടക്ക ചിക്കയിലേക്ക് വന്ന് നിന്നിട്ടാ. ലക്കി എന്തോ പക്ഷി കരയാനായിട്ടിട്ട് ശ്രദ്ധിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വെയിലായതുകൊണ്ട്. എന്നാൽ ശരിക്കും കുറച്ച് വെയിലായി. ഇനിയിപ്പോൾ മഴ പെയ്യുമോ എന്നറിയില്ല.